Hi all, good afternoon. Welcome to SciMate. നമ്മളിന്ന് Good afternoon. സബ്ജക്ട് സ്റ്റാർട്ട് ചെയ്യാണ്, കൗൺസിലിംഗ് സൈക്കോളജി. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സബ്ജക്റ്റ് ആയിരിക്കും കൗൺസിലിംഗ് സൈക്കോളജി. കാരണം നമ്മൾ ഈ ഒരു സൈക്കോളജി ഫീൽഡിലോട്ട് വരുമ്പോൾ എങ്ങനെയാണ് ഒരു സൈക്കോളജിസ്റ്റ് വേണ്ടത് എന്നുള്ളത് നമുക്ക് ഈ ഒരു സബ്ജക്ട് പഠിച്ചാൽ കിട്ടും. പിന്നെ നമുക്ക് താല്പര്യത്തോടെ ആയിരിക്കുമല്ലോ നമ്മൾ ഈ ഒരു സബ്ജക്റ്റിലോട്ട് എത്തിയിട്ടുണ്ടാവുക. പലരും അങ്ങനെ ആയിരിക്കും, അല്ലാതെ ചിലരുണ്ടായിരിക്കും ഒരു ഡിഗ്രി എടുക്കാനായിട്ട് വന്നവരുണ്ടായിരിക്കും. എങ്കിലും കൗൺസിലിംഗ് സൈക്കോളജി എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സബ്ജക്റ്റ് ആയിരിക്കും. എനിക്കും നല്ലൊരു ഇഷ്ടമുള്ള ഒരു സബ്ജക്റ്റ് ആണ്. അപ്പൊ അതേപോലെ തന്നെ ഇൻട്രസ്റ്റോടു കൂടി നമുക്ക് പഠിക്കാനായിട്ട് പറ്റും. അതാണ് കൗൺസിലിംഗ് സൈക്കോളജി സബ്ജക്റ്റ്. നല്ലൊരു സബ്ജക്റ്റ് ആണ്, അതേപോലെ തന്നെ അതിന് അത്രയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. പലർക്കും ഭയങ്കര ടഫായിട്ട് തോന്നുന്ന ഒരു സബ്ജക്റ്റും കൂടിയാണ്, കാരണം ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇതിൽ നിന്ന് വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ഈ ഒരു സബ്ജക്റ്റിലോട്ട് പോവാം. അപ്പൊ ഈ ഒരു സബ്ജക്ട് എന്ന് പറയുന്നത് BPCC 114 ആണ്. പ്രാക്ടിക്കലും കൂടെ ഉള്ള ഒരു സബ്ജക്റ്റ് ആണ് കേട്ടോ. 112ഉം 114 ആണ് തേർഡ് ഇയറിലെ പ്രാക്ടിക്കൽസ് വരുന്നത്. അപ്പൊ അതിലൊന്നാണ് ഇത്. 2 പ്രാക്ടിക്കൽ സെഷൻസ് ഇതിൽ വരുന്നുണ്ട്. അപ്പൊ അസൈൻമെന്റിൽ ട്യൂട്ടോറിയൽ ഇല്ലാത്ത സബ്ജക്റ്റ് ആണ് 114. അപ്പൊ നമുക്ക് ചാപ്റ്ററിലോട്ട് പോവാം. ഫസ്റ്റത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ ടു കൗൺസിലിംഗ് സൈക്കോളജി. ഓക്കെ ആണല്ലോ എല്ലാവർക്കും? ഓഡിബിൾ അല്ലേ? ഇപ്പൊ ഡിഫൈനിങ് കൗൺസിലിംഗ് എന്താണ്, അതിന്റെ ഡെഫിനിഷൻ ആണ് ആദ്യം ചോദിക്കുന്നത്. അപ്പൊ ആദ്യം കൗൺസിലർ ആരാന്ന് അറിയണം അല്ലെ. കൗൺസിലേഴ്സ് ആർ പീപ്പിൾ ടു ഹൂ ലിസൺ ടു അതേഴ്സ് ആൻഡ് ഫെസിലിറ്റേറ്റ് ഇൻ റിസോൾവിംഗ് ദെയർ ഡിഫിക്കൽട്ടീസ്. കൗൺസിലേഴ്സ് എന്ന് പറയുന്ന ആരാ? ഒരു ക്ലയന്റ് വന്നു കഴിഞ്ഞാല് ആളുടെ പ്രശ്നങ്ങൾ എന്താണ്, ബുദ്ധിമുട്ടുകൾ എന്താണെന്നുള്ളത് നമുക്ക് ആദ്യം കേൾക്കാനായിട്ട് പറ്റണം. അവരെ ലിസൺ ചെയ്യാണ് നമ്മൾ വേണ്ടത്. അവർ പറയുന്നത് നമുക്ക് കേൾക്കാനായിട്ട് പറ്റണം. എന്നിട്ടാണ് നമ്മൾ അവർക്ക് അതിന് വേണ്ട സൊല്യൂഷൻസ് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പൊ ആദ്യം അവരുടെ ബുദ്ധിമുട്ടുകൾ എന്താണെന്നുള്ളത് കേൾക്കാനായിട്ട് പറ്റണം. അതാണ് കൗൺസിലേഴ്സ്. ആൻ എഫേർട്ട് ടു ഹെൽപ്പ് ദ ക്ലയന്റ് എൻഗേജ് ഇൻ ദോസ് ടൈപ്സ് ഓഫ് ബിഹേവിയർ വിച്ച് വിൽ ലീഡ് ടു എ റെസൊല്യൂഷൻ ഓഫ് ദ ക്ലയന്റ്സ് പ്രോബ്ലം. കൗൺസിലിംഗ് എന്ന് പറയുന്നത് എന്താ? ഒരു എഫേർട്ടാണ് അല്ലെ. ക്ലയന്റിന് ശരിക്കും ഹെൽപ്പ് ചെയ്യാണ്. ആൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നുണ്ടെങ്കിൽ ആ പ്രശ്നം എന്തൊക്കെയാണ്, അതിനൊരു സൊല്യൂഷൻ കണ്ടെത്താനായിട്ട് ആളെ ഹെൽപ്പ് ചെയ്യുക. അത്തരം ഒരു എഫേർട്ടിനെയാണ് കൗൺസിലിംഗ് എന്ന് പറയുന്നത്. ആൻഡ് കൗൺസിലിംഗ് ഡിനോട്ട്സ് എ പ്രൊഫഷണൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എ ട്രെയിൻഡ് കൗൺസിലർ ആൻഡ് എ ക്ലയന്റ്. Relationship is usually person to person and is designed to help clients to understand and clarify their views of their life space and to learn to reach their self-determined goals through meaningful, well-informed choices and through resolution of problems. ഒരു ഡെഫിനിഷൻ എന്തായാലും പഠിക്കണം കേട്ടോ, കാരണം പ്രാക്ടിക്കൽ ഉള്ളത് കൊണ്ട് തന്നെ വൈവയ്ക്ക് എന്തായാലും ഒരു ഡെഫിനിഷൻ ചോദിക്കും മിക്കവാറും. ഡിപ്പെൻസ് ഓൺ ഗൈഡിനനുസരിച്ച് മാറാം. ചിലപ്പോൾ ഗൈഡ് അല്ല, നമ്മുടെ ഫാക്കൽറ്റീസിനനുസരിച്ച് ചിലപ്പോൾ മാറാമെങ്കിലും ഒരു ഡെഫിനിഷൻ നന്നായിട്ട് പഠിച്ചു വയ്ക്കുക. കൗൺസിലിംഗ് എന്ന് പറയുന്നത് എന്താ? അതൊരു പ്രൊഫഷണൽ റിലേഷൻഷിപ്പ് ആണ് ബിറ്റ്വീൻ എ ട്രെയിൻഡ് കൗൺസിലർ ആൻഡ് എ ക്ലയന്റ്. ക്ലയന്റും കൗൺസിലറും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് ആണ്. ഈ റിലേഷൻഷിപ്പ് എന്തായിരിക്കും? യൂഷ്വലി പേഴ്സൺ ടു പേഴ്സൺ ആയിരിക്കും. ആൻഡ് ഇറ്റ്സ് designed to help the client to understand and clarify their views of their life space. അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ അവരുടെ ഒരു ലൈഫിന്റെ വ്യൂ അത് നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യുക, ക്ലാരിഫൈ ചെയ്യുക. ആൻഡ് ടു ലേൺ ടു റീച്ച് ദയർ സെൽഫ് ഡിറ്റർമൈൻഡ് ഗോൾസ് ത്രൂ മീനിങ്ഫുൾ. എന്നിട്ട് അവർ ഉദ്ദേശിച്ചിരിക്കുന്ന ആ ഒരു ഗോളിലേക്ക് അവരെത്തിക്കാനായിട്ട് പറ്റണം. വെൽ ഇൻഫോംഡ് ചോയ്സസ് ആൻഡ് ത്രൂ റെസൊല്യൂഷൻ ഓഫ് പ്രോബ്ലം. ഒരു പ്രോബ്ലം ആയിട്ടായിരിക്കും മിക്കരും ക്ലയൻസുകൾ വരിക, അല്ലെ എന്തെങ്കിലും ഒരു ഇഷ്യൂ ആയിട്ടായിരിക്കും തെറാപ്പിസ്റ്റിന്റെ അടുത്തോട്ട് വരാം. അപ്പൊ ഒന്നുമില്ലെങ്കിലും വേണ്ടില്ല, നമുക്ക് എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല, എക്സാം എന്ന് കേൾക്കുമ്പോ തന്നെ പേടിയാ, അതൊരു പ്രോബ്ലം ആണ്. അപ്പൊ അവർക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ എന്താണെന്ന് നമ്മൾ ആദ്യം കേൾക്കണം. എന്നിട്ട് അതിന് വേണ്ട കാര്യങ്ങൾ, അപ്പൊ ആ ഒരു ഗോളിലോട്ട് എത്തണം. ഗോൾ എന്താ? എക്സാം ഫിയർ മാറ്റിയെടുക്കുക. അതാണ് അവരുടെ ഡിറ്റർമൈൻഡ് ഗോൾസ്. നമുക്ക് അതിലോട്ട് എത്താനായിട്ട് അവരെ ഹെൽപ്പ് ചെയ്യാണ്. പേഴ്സൺ ടു പേഴ്സൺ റിലേഷൻഷിപ്പ് ആണ്. അതിലൂടെ ആ ഒരു ലൈഫ് വ്യൂ എന്താണ്, ലൈഫ് സ്പേസിന്റെ ഒരു വ്യൂ എന്താണെന്നുള്ളത് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക, ക്ലാരിഫൈ ചെയ്യുക. എന്നിട്ട് ആ ഒരു ഡിറ്റർമൈൻഡ് ഗോളിലോട്ട് ത്രൂ മീനിങ്ഫുൾ വേ നമുക്ക് എത്തിക്കാനായിട്ട് പറ്റണം. ഓക്കെ ആണോ? കൗൺസിലിംഗ് എന്താണെന്ന് മനസ്സിലായോ?
ഇനി അടുത്തത് ഗൈഡൻസ്, സൈക്കോതെറാപ്പി ആൻഡ് കൗൺസിലിംഗ്. ഗൈഡൻസും സൈക്കോതെറാപ്പിയും കൗൺസിലിംഗ് മെയിൻ ഇതിന്റെ ഇടയിലുള്ള ഡിഫറൻസ് ആണ് ഇവിടെ പറയുന്നത്. Guidance is usually used interchangeably with counseling, however they are different. നമ്മൾ ഒരേപോലെ ചിലപ്പോൾ യൂസ് ചെയ്യും ഗൈഡൻസും പിന്നെ അതുപോലെ തന്നെ കൗൺസിലിംഗും. പക്ഷെ എന്താണ് അത് ഡിഫറെന്റ് ആണ്. Guidance can be taken as a broader umbrella which includes a constellation of services that helps in personal social development, career development, growth and adjustment. കണ്ടോ ഗൈഡൻസ് കിടക്കുന്നത് എവിടെയാണ്? ഗൈഡൻസ് എന്ന് പറയുന്നത് പേഴ്സണൽ സോഷ്യൽ ഡെവലപ്മെന്റ്, കരിയർ ഡെവലപ്മെന്റ്, ഗ്രോത്ത് ആൻഡ് അഡ്ജസ്റ്റ്മെന്റ്, ഇതിനൊക്കെ നമുക്ക് ഗൈഡൻസ് കൊടുക്കാം. അതായത് ഒരു ഉപദേശം കൊടുക്കുന്നത് പോലെയാണ്. പേഴ്സണൽ സോഷ്യൽ ഡെവലപ്മെന്റ്, കരിയർ ഡെവലപ്മെന്റ്, ഗ്രോത്ത് ആൻഡ് അഡ്ജസ്റ്റ്മെന്റ്. ഗൈഡൻസ് ഈസ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ unequal, which implies that a counselor provides information related to the client's dilemma, for instance about choosing a career. കണ്ടോ കരിയർ ചൂസ് ചെയ്യുന്നതിൽ ഒരു ഡയലേമ ഉണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഗൈഡൻസ് കൊടുക്കാം. അപ്പൊ 10ാം ക്ലാസ് കഴിഞ്ഞു, ഏത് സ്ട്രീം തിരഞ്ഞെടുക്കണം അറിയില്ല, ഡയലേമയാണ്, നമുക്ക് എന്ത് ചെയ്യാം? അതിന് ഗൈഡൻസ് കൊടുക്കാം. ഇത്തരം അങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് ഗൈഡൻസ് യൂസ് ചെയ്യുന്നത്. പേഴ്സണൽ സോഷ്യൽ ഡെവലപ്മെന്റ്, കരിയർ ഡെവലപ്മെന്റ്, ഗ്രോത്ത് ആൻഡ് അഡ്ജസ്റ്റ്മെന്റ്. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ ക്ലയന്റ്സ് ആപ്റ്റിറ്റ്യൂഡ്, ഇൻട്രസ്റ്റ് ആൻഡ് പേഴ്സണാലിറ്റി അസസ്മെന്റ് സ്കോർസ്. കണ്ടോ ഇതെന്തിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു ഗൈഡൻസ് നമ്മൾ കൊടുക്കുന്നത്? ക്ലയന്റിന്റെ ആപ്റ്റിറ്റ്യൂഡ് നോക്കും. ആപ്റ്റിറ്റ്യൂഡ് മീൻസ് എന്താ? അഭിരുചി, ഇൻട്രസ്റ്റ്, താല്പര്യങ്ങൾ എന്തൊക്കെയാണ്, പേഴ്സണാലിറ്റി അസസ്മെന്റ് സ്കോർസ്. ചില അസസ്മെന്റ് നടത്തിയിട്ട് വേണമെങ്കിൽ അതിന്റെ സ്കോർ ബേസിൽ നമുക്ക് എന്ത് ചെയ്യാം? ഗൈഡൻസ് കൊടുക്കാം. ആൻഡ് ഗൈഡൻസ് ഈസ് മോസ്റ്റ് ഇൻഫർമേഷൻ ഗിവിംഗ്. കൗൺസിലിംഗ് ഈസ് മോസ്റ്റ്ലി ചേഞ്ച് ഓറിയന്റഡ് ആൻഡ് റെമഡിയൽ ഇൻ നേച്ചർ. ഗൈഡൻസ് എന്ന് പറയുമ്പോൾ എന്താ? ഇൻഫർമേഷൻസ് കൊടുക്കുകയാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ 10ാം ക്ലാസ് കഴിഞ്ഞ ഒരു കുട്ടിക്ക് ഏത് സ്ട്രീം എടുക്കണം എന്ന് അറിയില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഗൈഡൻസ് കൊടുക്കാം. ഇന്ന വിഷയം തിരഞ്ഞെടുക്കൂ, സയൻസ് തിരഞ്ഞെടുക്കൂ, ഇതില് ഇതൊക്കെയാണ് സബ്ജക്റ്റുകള്. അപ്പൊ ആ കുട്ടിയുടെ താല്പര്യങ്ങൾ നോക്കും. ഡോക്ടറാണോ, എഞ്ചിനീയർ ആണോ, സൈക്കോളജിസ്റ്റ് ആണോ, ഏത് സ്ട്രീമാണ്? അപ്പൊ താല്പര്യത്തിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം? ഇൻഫർമേഷൻസ് കൊടുക്കാനായിട്ട് പറ്റും. നേരെ മറിച്ച് കൗൺസിലിംഗ് എന്താ? ചേഞ്ച് ഓറിയന്റഡ് ആണ്. നമുക്ക് ബിഹേവിയറിൽ മാറ്റങ്ങൾ വരുത്തണം. ഇറ്റ്സ് എ റെമഡിയൽ ഇൻ നേച്ചർ. ഇതാണ് ഗൈഡൻസും കൗൺസിലിംഗും തമ്മിലുള്ള വ്യത്യാസം. അപ്പൊ ഗൈഡൻസ് എന്ന് പറയുന്നത് എന്താ? അതൊരു ഹെൽപ്പാണ്. ദാറ്റ് ഈസ് ഇൻ പേഴ്സണൽ സോഷ്യൽ ഡെവലപ്മെന്റ്, കരിയർ ഡെവലപ്മെന്റ്, ഗ്രോത്ത് ആൻഡ് അഡ്ജസ്റ്റ്മെന്റ്. റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ അൺഈക്വൽ, അതായത് കൗൺസിലർ പ്രൊവൈഡ്സ് ഇൻഫർമേഷൻ റിലേറ്റഡ് ടു ദ ക്ലയന്റ്സ് ഡയലമ. എക്സാമ്പിൾ നമ്മൾ പറഞ്ഞ എന്താ? ഒരു കരിയർ ചൂസ് ചെയ്യാനായിട്ട് ക്ലയന്റിന് പറ്റുന്നില്ല, നമുക്ക് ഗൈഡൻസ് കൊടുക്കാം. മോസ്റ്റ്ലി ഇൻഫർമേഷൻ ഗിവിംഗ് ആണ്. ഓക്കെ ആണോ? ഗൈഡൻസ് ഓക്കെ ആണോ? ഇനി അടുത്തതാണ് സൈക്കോതെറാപ്പി. Psychotherapy usually involves a complete change in the personality characteristics followed by a reconstructive process. Thus, it emphasizes on the past to understand aspects to be changed. Psychotherapy എന്ന് പറയുന്നത് എന്താ? അത് മൊത്തത്തില് നമുക്ക് ചെറിയ മാറ്റങ്ങളല്ല അവിടെ കൊണ്ടുവരേണ്ടത് അല്ലെ? നമുക്ക് ഒരു ക്ലയന്റ് വന്നു കഴിഞ്ഞാൽ ആളുടെ ബിലീഫ്സ്, തോട്ട്സ്, ബിഹേവിയർ ഇതിലൊക്കെ നമുക്ക് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരണം. എന്നിട്ട് എന്ത് ചെയ്യും? പുതിയൊരു പേഴ്സണാലിറ്റി ആളുടെ ഉള്ളിൽ നമ്മൾ എന്ത് ചെയ്യും? ക്രിയേറ്റ് ചെയ്തെടുക്കും. അതുകൊണ്ടാണ് ഇറ്റ്സ് എ റീകൺസ്ട്രക്റ്റീവ് പ്രോസസ് ആണെന്ന് പറയുന്നത്. സൈക്കോതെറാപ്പി അത് എന്താണ്? ചേഞ്ച് ഇൻ ദ പേഴ്സണാലിറ്റി ക്യാരക്ടറിസ്റ്റിക്സ് ഫോളോഡ് ബൈ എ റീകൺസ്ട്രക്റ്റീവ് പ്രോസസ്. നമ്മൾ പേഴ്സണാലിറ്റി ക്യാരക്ടറിസ്റ്റിക്സിൽ മാറ്റങ്ങൾ, കംപ്ലീറ്റ് മാറ്റം ഉണ്ടാക്കിക്കൊണ്ടിരിക്കാം. അത് റീകൺസ്ട്രക്റ്റീവ് പ്രോസസ്സിലൂടെയാണ് ആൾ എന്താണ് ചോദിച്ചോ? ആരെങ്കിലും ഡൗട്ട് ചോദിച്ചാണോ? അല്ല. In contrast, counseling is directed toward aiding our emotional growth and psychological wellness, and thus the process of counseling focuses on the present. But നേരെ തിരിച്ച് counseling എന്താ? Counseling is directed toward aiding our emotional growth and psychological wellness. നേരെ തിരിച്ച് counseling എന്ന് പറയുന്നത് നമ്മുടെ പിന്നെ സൈക്കോളജിക്കൽ വെൽനെസ്സും ഇത് രണ്ടും മെച്ചപ്പെടുത്താനാണ് എന്ത്? കൗൺസിലിംഗ് യൂസ് ചെയ്യുന്നത്. ഒന്ന് അഡ്മിറ്റ് ചെയ്യട്ടെ. എന്താണ്? കൗൺസിലിംഗ് ഈസ് ഡയറക്റ്റഡ് ടുവാർഡ് എയ്ഡിങ് അവർ ഇമോഷണൽ ഗ്രോത്ത് ആൻഡ് സൈക്കോളജിക്കൽ വെൽനെസ്. നമുക്ക് സൈക്കോളജിക്കൽ വെൽനെസ്സും എത്തണം, അതേപോലെ തന്നെ ഇമോഷണൽ ഗ്രോത്തും വേണം. ആൻഡ് ദാറ്റ്സ് ദ പ്രോസസ് ഓഫ് കൗൺസിലിംഗ് ഫോക്കസസ് ഓൺ ദ പ്രസന്റ് ഇഷ്യൂസ് എന്തൊക്കെയാണ് അതിനാണ് മെയിൻ ആയിട്ടും ഫോക്കസ് കൊടുക്കുന്നത്. ഇപ്പോൾ നിലവിൽ ക്ലയന്റിന് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട് അതൊക്കെ നമുക്ക് ഫോക്കസ് ചെയ്ത് അതിനൊരു സൊല്യൂഷൻ കൊടുക്കാനായിട്ട് പറ്റും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമുക്ക് സ്ട്രെസ് മാനേജ് ചെയ്യാം അല്ലെ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല, അപ്പൊ അതിനൊരു ക്ലാരിറ്റി കൊടുക്കാം.
അപ്പൊ ശരിക്കും പാസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡീപ്പ് ഇഷ്യൂസ് ഒന്നും കൗൺസിലിംഗിൽ എക്സ്പ്ലോർ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ പേഴ്സണാലിറ്റി മാറ്റാനായിട്ട് കൗൺസിലിംഗിൽ നോക്കുന്നില്ല. കറന്റ് പ്രോബ്ലം സോൾവ് ചെയ്യാൻ മാത്രമാണ് കൗൺസിലിംഗ് നമുക്ക് എടുക്കാനായിട്ട് പറ്റുക. ആൻഡ് സൈക്കോതെറാപ്പി ഇൻ ജനറൽ ഇൻക്ലൂഡ്സ് 20 to 40 സെഷൻസ് ഓവർ ദ പീരീഡ് ഓഫ് 6 months to 2 years. സൈക്കോതെറാപ്പിയില് 20 to 40 സെഷൻസ് എടുക്കും. കാരണം എന്താ, ഡീപ്പായിട്ട് അനലൈസ് ചെയ്യുന്നുണ്ട് അല്ലെ, പാസ്റ്റ് ഇഷ്യൂസ് എന്തൊക്കെയാണെന്നുള്ളതൊക്കെ അന്വേഷിച്ച് ചെകഞ്ഞ് കണ്ടുപിടിച്ചിട്ടാണ് നമുക്ക് സൊല്യൂഷൻ കണ്ടെത്താനായിട്ട് പറ്റുക. വേറസ് കൗൺസിലിംഗ് സെഷൻസ് ആർ ലെസ് ഇൻ നമ്പർ, that is 6 to 12 sessions over a period of less than 6 months. 6 മാസത്തിന്റെ ഉള്ളിൽ നമുക്ക് വേണമെങ്കിൽ ടെർമിനേറ്റ് ചെയ്യാൻ പറ്റും. 6 മുതൽ 12 സെഷൻസ് വരെ മതി. അപ്പൊ സൈക്കോതെറാപ്പി എന്ന് പറയുന്ന ഒരു പേഴ്സണാലിറ്റി ക്യാരക്ടറിസ്റ്റിക്സിൽ കംപ്ലീറ്റ് ചേഞ്ച് ഉണ്ടാക്കിയെടുക്കുകയാണ്, ഫോളോഡ് ബൈ എ റീകൺസ്ട്രക്റ്റീവ് പ്രോസസ്. എംഫസൈസ് ചെയ്യുന്നത് പാസ്റ്റിലാണ്, ടു അണ്ടർസ്റ്റാൻഡ് ദ ആസ്പെക്ട് ടു ബി ചേഞ്ച്ഡ്. നേരെ തിരിച്ച് കൗൺസിലിംഗ് എന്താണ്, ഡയറക്റ്റ് ടുവാർഡ് എയ്ഡിങ് അവർ ഇമോഷണൽ ഗ്രോത്ത് ആൻഡ് സൈക്കോളജിക്കൽ വെൽനെസ്. അതായത് ഫോക്കസ് ഓൺ പ്രസന്റ് ആണ്. സൈക്കോതെറാപ്പിയിൽ 20 to 40 സെഷൻസ് വരുന്നുണ്ട്. കൗൺസിലിംഗ് ആണെന്നുണ്ടെങ്കിൽ 6 to 12 സെഷൻസ് മാത്രം മതി. ഓക്കെ ആണോ എല്ലാവർക്കും? ഇനി അടുത്തതാണ് കൗൺസിലിംഗ്. Counseling is a professional relationship. It addresses concerns at the individual level as well as family and group. So counseling എന്ന് പറയുമ്പോൾ എന്താ, പ്രൊഫഷണൽ റിലേഷൻഷിപ്പ് ആണ്. നമ്മൾ പറഞ്ഞു ക്ലയന്റും പിന്നെ അതേപോലെ തന്നെ കൗൺസിലറും തമ്മിലൊരു റിലേഷൻ ഉണ്ടായിരിക്കും. ഇറ്റ് അഡ്രസ്സസ് ദ കൺസേൺസ് അറ്റ് ദ ഇൻഡിവിജ്വൽ ലെവൽ ആസ് വെൽ ആസ് ഫാമിലി ആൻഡ് ഗ്രൂപ്പ് ലെവൽസ്. ഇൻഡിവിജ്വൽ ലെവലിൽ മാത്രമല്ല, ഒരു ഫാമിലിക്ക് കൗൺസിലിംഗ് കൊടുക്കാം, ഗ്രൂപ്പ് ലെവലിൽ നമുക്ക് എന്ത് ചെയ്യാം, കൗൺസിലിംഗ് കൊടുക്കാനായിട്ട് പറ്റും. ഇത് എയിംസ് അറ്റ് അച്ചീവിംഗ് എഡ്യൂക്കേഷണൽ കരിയർ പേഴ്സണൽ റിലേറ്റഡ് ഗോൾസ് ആൻഡ് പ്രൊമോട്ടിംഗ് ബെറ്റർ മെന്റൽ ഹെൽത്ത് ആൻഡ് വെൽബീയിങ് ഇൻ ഇൻഡിവിജ്വൽസ്. ഒക്കെയാണ് എയിം ചെയ്യുന്നത്. എഡ്യൂക്കേഷണൽ അച്ചീവ്മെന്റ്, കരിയർ ആയിട്ടുള്ള ഓപ്ഷൻസ് നമുക്ക് കൊടുക്കാം. നേരത്തെ ഗൈഡൻസ് കൊടുക്കുന്ന പോലെ തന്നെ കുറച്ചും കൂടി എന്ത് ചെയ്യാം, കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഒരു ഡിസിഷൻ എടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യാം. പേഴ്സണൽ റിലേറ്റഡ് ഗോൾസ് ആൻഡ് പ്രൊമോട്ടിംഗ് ബെറ്റർ മെന്റൽ ഹെൽത്ത് ആൻഡ് വെൽബീയിങ് ഇൻ ഇൻഡിവിജ്വൽസ്. നല്ലൊരു മെന്റൽ ഹെൽത്ത് പ്രൊവൈഡ് ചെയ്യാം, വെൽബീയിങ് എടുക്കാനായിട്ട് പറ്റും. ഇതൊക്കെയാണ് നമുക്ക് കൗൺസിലിംഗിൽ ചെയ്യാനായിട്ട് പറ്റുക. അപ്പൊ മെയിൻ ആയിട്ട് ഇവിടെ ഡിഫറൻസ് ആണ് പറഞ്ഞത്, ഗൈഡൻസ്, സൈക്കോതെറാപ്പി, കൗൺസിലിംഗ്. ഗൈഡൻസ് പറയുന്നത് എന്താ, ജസ്റ്റ് ഒരു ഹെൽപ്പാണ്. പേഴ്സണൽ സോഷ്യൽ ഡെവലപ്മെന്റ്, കരിയർ ഡെവലപ്മെന്റ്, ഗ്രോത്ത്. അതായത് ക്ലയന്റിന്റെ ആപ്റ്റിറ്റ്യൂഡ്, ഇൻട്രസ്റ്റ് അസസ്മെന്റ് സ്കോറൊക്കെ അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്ത് ഗൈഡ് ചെയ്യാം. സൈക്കോതെറാപ്പി എന്ന് പറയുമ്പോൾ എന്താ, പേഴ്സണാലിറ്റിയിൽ മാറ്റം വരുത്താണ്, റീകൺസ്ട്രക്റ്റീവ് പ്രോസസ് ആണ്, ഡീപ്പായിട്ട് പാസ്റ്റിലോട്ട് ഫോക്കസ് ചെയ്യുന്നു. നേരെ തിരിച്ചാണ് കൗൺസിലിംഗ്, ഡീപ്പ് അല്ല, പ്രസന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കുന്നു, ഇമോഷണൽ ഗ്രോത്തും സൈക്കോളജിക്കൽ വെൽനെസ്സും ആണ്. 20 to 40 സെഷൻ സൈക്കോതെറാപ്പിക്ക് വരുന്നുണ്ട്. ആൻഡ് കൗൺസിലിംഗിന് 6 to 12 സെഷൻസ്. കൗൺസിലിംഗ് എന്ന് പറയുന്നത് എന്താ, ഇൻഡിവിജ്വൽ ലെവൽ, ഫാമിലി ലെവൽ, ഗ്രൂപ്പ് ലെവൽ, 3 തരത്തിലും നമുക്ക് അവരുടെ പ്രോബ്ലംസ് കൺസേൺ എടുത്തിട്ട് ചെയ്യാനായിട്ട് പറ്റും. പ്രൊഫഷണൽ റിലേഷൻഷിപ്പ് ആണ്, എഡ്യൂക്കേഷണൽ, കരിയർ, പേഴ്സണൽ റിലേറ്റഡ് ഗോൾസ്, പ്രൊമോട്ടിംഗ് ബെറ്റർ മെന്റൽ ഹെൽത്ത് ആൻഡ് വെൽബീയിങ്. ഇതൊക്കെയാണ് നമുക്ക് കൗൺസിലിംഗിലൂടെ കൊടുക്കാനായിട്ട് പറ്റും. ഇത് 3 ഓക്കെയാണോ പറഞ്ഞേ? ഇനി ഒരു ജസ്റ്റ് ഒരു പ്രോസസ്സ് വന്നിട്ടുണ്ട്. അതായത് കൗൺസിലിംഗിലും സൈക്കോതെറാപ്പിയിലും വരുന്ന കുറച്ച് പ്രോസസ്സുകൾ, അതായത് സ്റ്റെപ്സ് ആണ്. ആദ്യം തന്നെ എന്താണ്, റാപ്പോർട്ട് ഫോർമേഷൻ ആണ്. റാപ്പോർട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ, ക്ലയന്റും തെറാപ്പിസ്റ്റും തമ്മിലുള്ള ഒരു റിലേഷൻ ആണ് അല്ലെ. അതവിടെ എസ്റ്റാബ്ലിഷ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു പ്രോസസ് ഇഫക്റ്റീവ് ആയിട്ട് മുന്നോട്ട് പോകുള്ളൂ. ഇപ്പൊ തെറാപ്പി കൊടുക്കുന്നുണ്ടെങ്കിൽ അതിന്റെ എഫക്റ്റീവ്നെസ് കാണിക്കണം എന്ന് വെച്ചെങ്കിൽ തെറാപ്പിസ്റ്റും ക്ലയന്റും തമ്മിൽ ഒരു ബന്ധം ഉണ്ടായിരിക്കണം. അതാണ് റാപ്പോർട്ട് ഫോർമേഷൻ. നെക്സ്റ്റ്, ഇനീഷ്യൽ ഇന്റർവ്യൂ. ആദ്യത്തെ എന്താണ്, ഇനീഷ്യൽ ഇന്റർവ്യൂ ആണ്. ആദ്യമായിട്ട് ക്ലയന്റിന്റെ പ്രശ്നങ്ങൾ നമ്മൾ കേൾക്കുക, അത് മനസ്സിലാക്കുക. നെക്സ്റ്റ്, പോസിബിൾ അസസ്മെന്റ്, വേണ്ട രീതിക്ക് അസസ്മെന്റ്. അതായത് ആവശ്യമാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ടെസ്റ്റുകൾ യൂസ് ചെയ്യാം. അതിന്റെ റിസൾട്ട് നമുക്ക് അനലൈസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, ഐഡന്റിഫിക്കേഷൻ ഓഫ് ഇഷ്യൂ ഓർ കൺസേൺ, എന്താണ് പ്രോബ്ലം എന്നുള്ളത് മനസ്സിലാക്കുക. എക്സ്പ്ലോറേഷൻ ഓഫ് ഗ്രോത്ത്, എക്സ്പ്ലോറേഷൻ ആൻഡ് ഐഡന്റിഫിക്കേഷൻ ഓഫ് ഗോൾസ്. പ്രശ്നം തിരിച്ചറിയാണ് നമ്മൾ. അതിനുശേഷം എന്ത് ചെയ്തു, ഗോൾ ഐഡന്റിഫൈ ചെയ്തു. ഒരാൾ പേടിയായിട്ടാണ് വന്നതെന്ന് വെച്ചെങ്കിൽ ആ പേടി മാറ്റുക, അതാണ് നമ്മുടെ ഗോൾ. അത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നു. റിസോൾവ് ഇഷ്യൂസ് ഓർ കൺസേൺസ്, പ്രശ്നത്തിനുള്ള പരിഹാരം കണ്ടെത്തുകയാണ്. ടെക്നിക്സുകൾ യൂസ് ചെയ്തിട്ട് നമുക്ക് പരിഹാരങ്ങൾ കണ്ടെത്താം. ഗോൾ അറ്റൈൻമെന്റ്, ഗോൾ അറ്റൈൻമെന്റ് എന്ന് പറയുന്നത് എന്താ, ലക്ഷ്യത്തിലോട്ട് എത്തുകയാണ്. ക്ലയന്റിന് മാറ്റം ഉണ്ടായിരിക്കും, അപ്പൊ അവർക്ക് ആ ഒരു ഗോളിലോട്ട് അവരെത്തും. ഫ്യൂച്ചർ കോഴ്സ് ഓഫ് ആക്ഷൻ, ഭാവിയിൽ എന്തൊക്കെ ചെയ്യണം.
അതായത് ഇപ്പോൾ ഓൾറെഡി ആള് ഗോളിൽ എത്തിയിട്ടുണ്ട്, ഇനി അത് മെയിൻറ്റെയിൻ ചെയ്തു പോകണം. അതിന് ഭാവിയിൽ എന്തൊക്കെ വേണം, ഫോളോ അപ്പ് എടുക്കുക ആൻഡ് ടെർമിനേഷൻ. നമുക്ക് എന്ത് ചെയ്യാം, തെറാപ്പി ടെർമിനേറ്റ് ചെയ്യാം. ഇങ്ങനെയാണ് സൈക്കോതെറാപ്പിയുടെയും കൗൺസിലിങ്ങിന്റെയും പ്രോസസ്സുകൾ വരുന്നത്. ഇതൊന്ന് പഠിച്ചു വെക്കാം കേട്ടോ. നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഈ ഒരു ചാർട്ട് വരയ്ക്കാനായിട്ട് പറ്റണം. അല്ലെങ്കിൽ ഇങ്ങനെ താഴോട്ട് വേണമെങ്കിൽ വരയ്ക്കാം. അപ്പൊ ആ ഒരു പേജ് കംപ്ലീറ്റ് ആയിട്ട് പോകും. അതല്ല വെച്ചെങ്കിൽ ഇതുപോലെ തന്നെ, ഇത് കണ്ടോ, ഇതിന്റെ ഏറോ മാർക്ക് ശ്രദ്ധിക്കണം, കണ്ടോ, ഒന്ന് ഇങ്ങോട്ടാണ്, പിന്നെ അവിടുന്ന് ഇനീഷ്യൽ ഇന്റർവ്യൂന്ന് പോസിബിൾ അസസ്മെന്റ്സ് ആണ്, പിന്നെ അവിടുന്ന് ഇങ്ങോട്ട് കണ്ടോ, ശരിക്കും ഒരു ചാർട്ടാണ്, ഫ്ലോ ചാർട്ട് തന്നെയാണ്. വേണമെങ്കിൽ താഴോട്ടായിട്ട് നമുക്ക് ഇങ്ങനെ വരയ്ക്കാനായിട്ട് പറ്റും. അതല്ലെങ്കിൽ ടെക്സ്റ്റിൽ തന്ന പോലെ വരയ്ക്കാം. ഓക്കെ ആണോ? ഓക്കെ. ഇനി അടുത്തതാണ് ഹിസ്റ്റോറിക്കൽ പെർസ്പെക്റ്റീവ് ഓഫ് കൗൺസിലിംഗ്. കൗൺസിലിംഗിന്റെ ഹിസ്റ്ററി എന്താണ്, എവിടെ നിന്നാണ് ഇത് തുടങ്ങിയെന്നുള്ളത് അറിയണ്ടേ, ആണ് ഹിസ്റ്റോറിക്കൽ പെർസ്പെക്റ്റീവ്. ശരിക്കും നമ്മുടെ ഇഗ്നോ ടെക്സ്റ്റിൽ മാത്രമാണ് കേട്ടോ അങ്ങനെ ഹിസ്റ്റോറിക്കൽ പെർസ്പെക്റ്റീവ് കൊടുത്തിട്ടുള്ളത്. സൈക്കോളജി എന്താണ്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ടെക്സ്റ്റ് ബുക്ക് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഹിസ്റ്ററി ഉണ്ടാവില്ല. നമ്മുടെ ടെക്സ്റ്റിൽ മാത്രമാണ് ഇത്രയും ഡീപ്പായിട്ട് ഹിസ്റ്റോറിക്കൽ പെർസ്പെക്റ്റീവ് ഒക്കെ കൊടുത്തിട്ടുള്ളത്. Counseling must have existed in one form or another since the very beginning of human civilization. പണ്ട് മുതൽക്കേ എന്തുണ്ട്, കൗൺസിലിംഗ് ഉണ്ട്. അത് കൗൺസിലിംഗ് ആയിട്ട് അല്ലെങ്കിൽ മറ്റു പല രൂപത്തിൽ ജസ്റ്റ് ഒന്ന് ഹെൽപ്പ് ചെയ്യുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഫർമേഷൻസ് കൊടുക്കുക, ജസ്റ്റ് ഒരു മോട്ടിവേഷൻ കൊടുക്കുക, അല്ലെങ്കിൽ ഗൈഡ് ചെയ്യുക, അങ്ങനെയുള്ള പല തരത്തിൽ എന്തുണ്ട്, കൗൺസിലിംഗ് മുന്നേ തൊട്ടേ ഉണ്ട്. Counseling developed as a distinct profession in the 1940s in the form of advice, guidance. കേൾക്കുന്നില്ല, എന്താണ് പറഞ്ഞത്, ഞാൻ കേട്ടില്ല. ആരാണ് ചോദിച്ചത്? നിഷ. ബ്രേക്ക് ആവുന്നുണ്ടോ? അതെ, റെക്കോർഡിങ് സ്റ്റാർട്ട് ചെയ്തപ്പോ തൊട്ടേ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ. ഇപ്പൊ ഓക്കെ ആണോ? കുഴപ്പമൊന്നുമില്ലല്ലോ മാം. കുഴപ്പമില്ല മാം. ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ട് വെച്ചെങ്കിൽ ഒന്ന് ലെഫ്റ്റ് ആയിട്ട് ഒന്ന് കയറി വെക്കും കേട്ടോ. ഇനി ഉണ്ടെങ്കിൽ ഒന്ന് പറയണേ. ബുദ്ധിമുട്ടുള്ളവരെ ഒന്ന്, വോയിസ് ബ്രേക്ക് ആവുന്നവരൊന്ന് ലെഫ്റ്റ് ആയിട്ട് ഒന്ന് കയറി വെക്കാം. നോക്കാം. ഇപ്പൊ ഇപ്പൊ കൗൺസിലിംഗ് എന്ന് പറയുന്നത് എന്താ, പണ്ട് മുതൽക്കേ തൊട്ട് പല രൂപത്തിൽ ഇങ്ങനെ ഈ പറയുന്ന ഹെൽപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ഇൻഫർമേഷൻസ് കൊടുക്കുക, ജസ്റ്റ് ഒന്ന് മോട്ടിവേറ്റ് ചെയ്യുക, ഗൈഡ് ചെയ്യുക, അങ്ങനെ പല രൂപത്തിൽ കൗൺസിലിംഗ് ഉണ്ട്. കൗൺസിലിംഗ് ഡെവലപ്ഡ് ആസ് എ ഡിസ്റ്റിങ്ക്ട് പ്രൊഫഷൻ ഇൻ ദ 1940s in the form of advice, guidance and providing information after the two world wars to cater to the needs of the society. ശരിക്കും അതൊരു ഡിസ്റ്റിങ്ക്ട് പ്രൊഫഷൻ ആയിട്ട് വന്നത് എപ്പോഴാണ്? 1940s അഡ്വൈസ് കൊടുക്കുക, ഗൈഡൻസ് കൊടുക്കുക, ഇൻഫർമേഷൻ കൊടുക്കുക എന്നുള്ള രീതിയിൽ രണ്ട് വേൾഡ് വാറിന് ശേഷം, കാരണം സൊസൈറ്റിക്ക് ഒരുപാട് ആവശ്യം ഉണ്ടായിരുന്നു അല്ലെ, പല ബുദ്ധിമുട്ടുകൾ ആൾക്കാർ നേരിട്ടിട്ടുണ്ടായിരിക്കും ലോകമഹായുദ്ധത്തിന് ശേഷം. അപ്പൊ ആ ഒരു കാലഘട്ടത്തില് അവർക്ക് വേണ്ട ഗൈഡൻസ്, അഡ്വൈസ് ഒക്കെ കൊടുക്കാനായിട്ടാണ് ആക്ച്വലി അതൊരു ഡിസ്റ്റിങ്ക്ട് പ്രൊഫഷൻ ആയിട്ട് 1940s വന്നത്. ഇറ്റ് ക്യാൻ ബി സീൻ ആസ് എൻ എക്സ്റ്റൻഷൻ ടു സൈക്കോതെറാപ്പി. അവിടെ നിന്നാണ് സൈക്കോതെറാപ്പിയുടെ ഒരു എക്സ്റ്റൻഷൻ ആണെന്ന് നമുക്ക് വേണമെങ്കിൽ അതിനെ പറയാം. ഇൻ ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, കൗൺസിലിംഗ് സ്റ്റെംഡ് ഔട്ട് ഓഫ് എ ഹ്യൂമാനിറ്റേറിയൻ കൺസേൺ ടു ബെനിഫിറ്റ് ദ lives of those adversely affected by the industrial revolution of the mid to late 80s. അതായത് യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ എങ്ങനെയായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹ്യൂമാനിറ്റേറിയൻ കൺസേൺ ആയിരുന്നു. അതായത് ഒരു മാനസിക സമീപനം, മനുഷ്യന്മാർക്ക് ഒരു ഹ്യൂമാനിറ്റി കൊടുക്കുക എന്ന് പറയില്ലേ, ആ ഒരു കൺസേണിലായിരുന്നു യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ കൗൺസിലിംഗ് സ്റ്റാർട്ട് ചെയ്തത്. അതായത് അന്നത്തെ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ കാരണം ഒരുപാട് പേർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. അതായത് 1800 പകുതികളിൽ, അപ്പൊ അന്നത്തെ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ ആണ് അവിടെ നടക്കുന്നത്. അപ്പൊ അന്നത്തെ ആ ഒരു കാലഘട്ടത്തിൽ കുറെ പേർക്ക് മാനസികമായിട്ട് ബുദ്ധിമുട്ടുകൾ വന്നപ്പോ അവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഒരു ഹ്യൂമാനിറ്റേറിയൻ കൺസേൺ ആയിട്ടായിരുന്നു യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ കൗൺസിലിംഗ് വന്നത്. ആൻഡ് കൗൺസിലിംഗ് എമേർജ്ഡ് ആസ് എ പാർട്ട് ഓഫ് ദ ബ്രോഡർ ഏരിയ ഓഫ് സൈക്കോളജി ബട്ട് ഈസ് നൗ എ ഡിസ്റ്റിങ്ക്ട് ഫീൽഡ് ഇൻ ഇറ്റ്സെൽഫ്. പക്ഷെ അന്ന് എന്തായിരുന്നു, സൈക്കോളജിയുടെ ഒരു ബ്രോഡർ ഏരിയ ആയിട്ടായിരുന്നു കൗൺസിലിംഗ് എമേർജ് ചെയ്തത്. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എങ്ങനെയായിരുന്നു,
സൈക്കോളജിയുടെ ഒരു ബ്രോഡർ ഏരിയ ആയിരുന്നു. പക്ഷെ ഇന്ന് അതൊരു ഡിസ്റ്റിങ്ക്ട് ഫീൽഡ് ആയിട്ടാണ്. ഇന്ന് കൗൺസിലിംഗ് മാത്രമായിട്ട് ഒരു ഫീൽഡ് ഉണ്ട് അല്ലെ. ഇപ്പൊ തന്നെ സൈക്കോളജി പഠിക്കാതെ തന്നെ കൗൺസിലിംഗ് ചെയ്യാം. MSW പഠിക്കുന്നവർക്ക് കൗൺസിലിംഗ് ചെയ്യാം. അപ്പൊ അതൊരു ഡിസ്റ്റിങ്ക്ട് ഫീൽഡ് ആയിട്ടാണ് ഇന്ന് നിലവിലുള്ളത്. അപ്പൊ എവിടെയാണ് സ്റ്റാർട്ട് ചെയ്തത്? ശരിക്കും പണ്ട് തൊട്ടേ ഉണ്ടായിരുന്നു. 1940s അതൊരു ഡിസ്റ്റിങ്ക്ട് പ്രൊഫഷൻ ആയി. കാരണം എന്താ, വേൾഡ് വാറിന് ശേഷം ഒരുപാട് ഹെൽപ്പ് ചെയ്യാനായിട്ട് ഗൈഡൻസും അഡ്വൈസും ഇൻഫർമേഷൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യാനായിട്ടുള്ള ഒരു ഡിസ്റ്റിങ്ക്ട് ഫീൽഡ് പ്രൊഫഷൻ ആയിട്ട് വന്നു. യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ വന്നത് എങ്ങനെയാണ്? ഹ്യൂമാനിറ്റേറിയൻ കൺസേൺ ആയിരുന്നു. കാരണം എന്തായിരുന്നു, അവര് ഈ adversely affected by the industrial revolution of the mid 80s. അതായത് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ കാരണം ബുദ്ധിമുട്ട് അനുഭവിച്ചവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഒരു ഹ്യൂമാനിറ്റേറിയൻ കൺസേൺ എന്ന രീതിയിലായിരുന്നു യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ എന്തായിരുന്നു, തുടക്കത്തില് സൈക്കോളജിയുടെ ബ്രോഡർ ഏരിയ ആയിരുന്നു. ഇപ്പോഴത് എന്തായിരുന്നു, ഒരു ഡിസ്റ്റിങ്ക്ട് ഫീൽഡ് ആണ്. ഓക്കെ, 3 leaders are credited for the development of counseling. 3 പേരുടെ പേരാണ് നമുക്ക് ഇതിൽ ഓർത്ത് വെക്കാനുള്ളത്. ആദ്യത്തെയാണ് ഫ്രാങ്ക് പാഴ്സൺ, who can be rightly called the founder of ഗൈഡൻസ്, established Boston's Vocational Bureau in 1908. അത് നമ്മുടെ ഗൈഡൻസിന്റെ ഫൗണ്ടർ ആയിട്ട് അറിയപ്പെടുന്നത് ആരാണ്? ഫ്രാങ്ക് പാഴ്സൺ. അദ്ദേഹമാണ് ആദ്യമായിട്ട് തുടങ്ങിയത്, ഗൈഡൻസ് സ്റ്റാർട്ട് ചെയ്തത് അദ്ദേഹമായിരുന്നു. പിന്നെ അടുത്തത് ജെസ്സി ബി ഡേവിസ്. Davis advocated for moral value of hard work and in 1907 introduced vocational and moral guidance. The main objective was to help students understand their personality and become responsible workers in future. ജെസ്സി ബി ഡേവിസ് തുടങ്ങിയത് വൊക്കേഷണൽ ഗൈഡൻസ് ആയിരുന്നു. വൊക്കേഷണൽ കൗൺസിലിംഗിന്റെ തുടക്കം എന്ന് പറയുന്നത് വെച്ചാൽ നമുക്ക് ജെസ്സി ബി ഡേവിസിന്റെ പേര് ഇതാ ചേർക്കട്ടെ. ജെസ്സി ബി ഡേവിസ് പറയാം. കാരണം എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാല് ശരിക്കും ഈ സ്റ്റുഡൻസിന് അവരുടെ പേഴ്സണാലിറ്റി മനസ്സിലാക്കുക, അങ്ങനെ അവരുടെ ഭാവിയിൽ അവരൊരു റെസ്പോൺസിബിൾ ആയിട്ടുള്ള വർക്കേഴ്സ് ആക്കുക. അങ്ങനെ ഒരു വൊക്കേഷണൽ കൗൺസിലിംഗ് എന്ന രീതിയിൽ സ്റ്റാർട്ട് ചെയ്തത് ജെസ്സി ബി ഡേവിസ് ആണ്. പിന്നെ അടുത്തത് ക്ലിഫോർഡ് ബിയേഴ്സ്. Work is seen as a forerunner of mental health counseling. He exposed the deplorable conditions of mental health hospital through his book, A Mind That Found Itself in 1908, which became a bestseller. പിന്നെ അടുത്തത് ക്ലിഫോർഡ് ബിയേഴ്സ് ആണ്. ക്ലിഫോർഡ് ബിയേഴ്സിന്റെ പുസ്തകം, അതായത് മെന്റൽ ഹെൽത്ത് കൗൺസിലിംഗിന്റെ പൈനിയർ ആയിട്ട് നമുക്ക് ക്ലിഫോർഡ് ബിയേഴ്സിനെ പറയാം. 1908 അദ്ദേഹം ഒരു പുസ്തകം എഴുതി, എ മൈൻഡ് ദാറ്റ് ഫൗണ്ട് ഇറ്റ്സെൽഫ് എന്ന് പറയുന്നത്. അതില് ഈ മെന്റൽ ഹോസ്പിറ്റലിലെ ഭയങ്കര ഡിപ്ലോറബിൾ കണ്ടീഷൻസ്, അതായത് ഭയങ്കര ദയനീയമായിട്ടുള്ള അവസ്ഥകളായിരുന്നു ആ പുസ്തകത്തിൽ എഴുതിയത്. അങ്ങനെ അത് പുറത്തു കൊണ്ടുവന്നത് അദ്ദേഹമാണ്. അപ്പൊ ആ പുസ്തകം ഭയങ്കര പ്രശസ്തമായി. കാരണം എന്താ, കൗൺസിലിംഗിന്റെ ആ ഒരു ശരിക്കും ടെക്നിക്സ് എന്താണ്, അല്ലെങ്കിൽ ഏത് രീതിയിലാണ് മെന്റൽ ഇഷ്യൂസ് ഉള്ളവർക്ക് ഒരു സർവീസ് കൊടുക്കേണ്ടത് എന്നൊക്കെ ആ ഒരു പുസ്തകത്തിലൂടെ അദ്ദേഹം കുറെ പങ്കുവച്ചു. അപ്പൊ കൗൺസിലിംഗ് expanded rapidly in the later half of the 20th century in terms of the formation of counseling professional bodies, their objectives, scope being drafted, and there was ease of public access to counseling. അങ്ങനെ 20ാം നൂറ്റാണ്ടിന്റെ രണ്ടാം ഘട്ടം എത്തിയപ്പോഴേക്കും എന്തായി, രണ്ടാം പകുതി ആയപ്പോഴേക്കും കൗൺസിലിംഗ് വല്ലാതെ അങ്ങോട്ട് ഡെവലപ്ഡ് ആയി. അപ്പൊ കൗൺസിലിംഗ് ഈ അതിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്തു, കൗൺസിലിംഗ് പ്രൊഫഷണൽ ബോഡീസ് അവിടെ രൂപപ്പെട്ടു. അതായത് കുറച്ച് സംഘടനകളൊക്കെ വരികയാണ് കൗൺസിലിങ്ങിനായിട്ട്, പ്രൊഫഷണൽ ബോഡീസ് ഒക്കെ വന്നു. അപ്പൊ അവരുടെ ആ ഒരു ഒബ്ജക്റ്റീവ്സും സ്കോപ്പക്സ് എന്തായി, അതിനൊക്കെ കൃത്യമായിട്ടുള്ള ഡെഫിനിഷൻ കൊടുത്തു. എന്തിനാണ് കൗൺസിലിംഗ് നടത്തുന്നത്, അതിന്റെ സ്കോപ്പ് എന്താണ്, ഒരു കൗൺസിലിംഗിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്, അങ്ങനെ കൃത്യമായിട്ടുള്ള ഡെഫിനിഷൻസ് ഒക്കെ അതിന് കിട്ടി. അങ്ങനെ കൂടുതൽ ആളുകൾക്ക് എന്ത് ചെയ്തു, കൗൺസിലിങ്ങിനെ പറ്റി അറിയാനായിട്ട് പറ്റി. ദർ വാസ് ഈസ് ഓഫ് പബ്ലിക് ആക്സസ് ടു കൗൺസിലിംഗ്. ജനങ്ങൾക്കിടയിൽ കൗൺസിലിംഗ് വളരെ കൂടുതൽ, അവർക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ അവർക്ക് കൗൺസിലിംഗ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എക്സ്പാൻഡ് ചെയ്തു. അപ്പൊ 3 പേരാണ് ഓർത്ത് വെക്കേണ്ടത്. ഫ്രാങ്ക് പേഴ്സൺ, എസ്റ്റാബ്ലിഷ്ഡ് ബോസ്റ്റൺസ് വൊക്കേഷണൽ ബ്യൂറോ, ഫൗണ്ടർ ഓഫ് ഗൈഡൻസ് ആണ്. ജെസ്സി ബി ഡേവിസ് എന്താണ്, വൊക്കേഷണൽ ആൻഡ് മോറൽ ഗൈഡൻസ് ആണ് സ്റ്റുഡൻസിനായിരുന്നു കൊടുത്തത്, അവരുടെ പേഴ്സണാലിറ്റി മനസ്സിലാക്കാൻ, ബിക്കം റെസ്പോൺസിബിൾ വർക്കേഴ്സ് ഇൻ ഫ്യൂച്ചർ. ക്ലിഫോർഡ് ബിയേഴ്സ് എന്ന് പറയുന്നത് ഫോറണ്ണർ ഓഫ് മെന്റൽ ഹെൽത്ത് കൗൺസിലിംഗ് ആണ്. അതായത് ഒരു പുസ്തകം ഇറക്കി, എ മൈൻഡ് ദാറ്റ് ഫൗണ്ട് ഇറ്റ്സെൽഫ്. ഈ മെന്റൽ ഹെൽത്ത് ഹോസ്പിറ്റലിലെ ഡിപ്ലോറബിൾ കണ്ടീഷൻസ് ആയിരുന്നു അതിൽ പറഞ്ഞിരുന്നത്. അങ്ങനെ 20ാം നൂറ്റാണ്ടിന്റെ രണ്ടാം പകുതി ആകുമ്പോഴത്തേനും കൗൺസിലിംഗ് വളരെയധികം എക്സ്പാൻഡ് ചെയ്തു. പ്രൊഫഷണൽ ബോഡീസ് വന്നു, ഒബ്ജക്റ്റീവ്സ് സ്കോപ്പ് ഒക്കെ ബി ഡ്രാഫ്റ്റഡ്, ആൻഡ് ദർ വാസ് ഈസ് ഓഫ് പബ്ലിക് ആക്സസ് ടു കൗൺസിലിംഗ്. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ അല്ലേ എല്ലാവർക്കും?
The emergence of American Counseling, ACA, which was rooted in the National Vocational Guidance Association, was a major leap in the growth of this profession. അങ്ങനെ ഒരു അമേരിക്കൻ കൗൺസിലിംഗ് അസോസിയേഷൻ വന്നപ്പോഴാണ് എന്ത് ഈ ഒരു കൗൺസിലിംഗ് പ്രൊഫഷന്റെ വളർച്ചയിൽ ഒരു പ്രധാന അല്ലെങ്കിൽ ഒരു ഇമ്പോർട്ടന്റ് മൈൽ സ്റ്റോൺ ആയിട്ട് നമുക്ക് പറയാം അമേരിക്കൻ കൗൺസിലിംഗ് അസോസിയേഷൻ വന്നിട്ടുള്ളത്. ഇൻ ഇന്ത്യ കൗൺസിലിംഗ് മൂവ്മെന്റ് വാസ് ഒറിജിനേറ്റഡ് ഇൻ ദ ഫോം ഓഫ് വൊക്കേഷണൽ ഗൈഡൻസ്. ഇന്ത്യയിൽ എങ്ങനെയായിരുന്നു കൗൺസിലിംഗ് മൂവ്മെന്റ് ഒറിജിനേറ്റ് ചെയ്തത്? വൊക്കേഷണൽ ഗൈഡൻസ് എന്നുള്ള ഫോമിലായിരുന്നു. വൊക്കേഷണൽ എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പേഴ്സണാലിറ്റി മനസ്സിലാക്കുക, പ്രൊഫഷണൽ കരിയേഴ്സ് ഒക്കെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു വൊക്കേഷണൽ ഗൈഡൻസ്. ഇന്ത്യയിൽ ഒറിജിനേറ്റ് ചെയ്തത് ആ ഒരു ഫോമിലായിരുന്നു. Initially, it was voluntary private agencies which were engaged in providing guidance. അപ്പൊ തുടക്കത്തില് പ്രൈവറ്റ് ഏജൻസീസ് ആയിരുന്നു അത് കൺട്രോൾ ചെയ്തിരുന്നത്. Gradually, guidance and counseling service started to be offered by departments of psychology of various university. പതുക്കെ പല യൂണിവേഴ്സിറ്റി സൈക്കോളജി ഡിപ്പാർട്ട്മെന്റുകൾ എന്ത് ചെയ്തു? കൗൺസിലിംഗ്, ഗൈഡൻസ് അങ്ങനെയുള്ള സർവീസുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ഇതാണ് നമ്മുടെ ഹിസ്റ്റോറിക്കൽ പെർസ്പെക്റ്റീവ്. വളരെ കുറച്ച് ഞാൻ നോട്ട് ഇട്ടിട്ടുള്ളൂ, നമുക്ക് അത് മതി. ഹിസ്റ്റോറിക്കൽ പെർസ്പെക്റ്റീവ് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം എന്ത് വേണം? കൗൺസിലിംഗ് എന്താണെന്ന് എഴുതണം. എന്നിട്ട് പിന്നെ ഹിസ്റ്റോറിക്കൽ പെർസ്പെക്റ്റീവ് എഴുതിയാൽ മതി. ഓക്കെ ആണ് എല്ലാവർക്കും? ഇനി അടുത്തത് ഗോൾസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഓഫ് കൗൺസിലിംഗ്. ഇതും കൂടെ എടുക്കാം നമുക്ക്. 2000 ഇതും കൂടെ എടുക്കാം. The major goal of counseling focuses on two aspects: developing a rapport or relationship with the client which is professional in nature. കൗൺസിലിംഗിന്റെ രണ്ട് ആസ്പെക്ടുകൾ അല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഗോൾ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ട് രീതിയിൽ വേണമെങ്കിൽ നമുക്ക് പറയാം. ഒന്ന് റാപ്പോർട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യുക, പിന്നെ ഒന്ന് എന്താണ് തെറാപ്യൂട്ടിക് ക്ലൈമറ്റ് ഫോം ചെയ്യുക. അതിൽ ആദ്യത്തെ ആണ് ഫോമിംഗ് റാപ്പോർട്ട്. is the first crucial objective without which counseling cannot progress further. കണ്ടോ, ആദ്യത്തെ ക്രൂഷ്യൽ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് റാപ്പോർട്ട് ഫോം ചെയ്യലാണ്. ക്ലയന്റും തെറാപ്പിസ്റ്റും തമ്മിൽ ഒരു കണക്ഷൻ വേണം. ആ ഒരു റിലേഷൻ ഇല്ല വെച്ചെങ്കിൽ എന്തായിരിക്കില്ല? തെറാപ്പിസ്റ്റ് പറയുന്ന ഒന്നും ക്ലയന്റിന് കേൾക്കാൻ ഇഷ്ടമുണ്ടാവില്ല. ക്ലയന്റിന്റെ പാട്ടിന് നടക്കും, തെറാപ്പിസ്റ്റ് എന്തൊക്കെയോ അവിടെ എന്ന് പറയും, ഒന്നും നടക്കില്ല. Second എന്ന് പറയുന്നത് counseling is a process which aims at creating a therapeutic climate in which the counselor and the client engage to resolve issues, concerns or problems. Therapeutic climate create ചെയ്യാം. രണ്ടുപേരും അവിടെ ഓക്കെ ആണ്. ഒരു റാപ്പോർട്ട് എസ്റ്റാബ്ലിഷ് വളരെ നന്നായിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? തെറാപ്യൂട്ടിക് ക്ലൈമറ്റ് ക്രിയേറ്റ് ചെയ്യണം. രണ്ടുപേരും കൊളാബറേറ്റ് ചെയ്ത് അവിടെ വർക്ക് ചെയ്യാം. കാരണം ക്ലയന്റിന്റെ ഇഷ്യൂ മാറണമെന്നുണ്ട്, ആളെ ഹെൽപ്പ് ചെയ്യാൻ തെറാപ്പിസ്റ്റിനുള്ള തോന്നലുണ്ട്. രണ്ടും കൂടെ എന്താ കൊളാബറേറ്റ് ചെയ്യുമ്പോൾ അവിടെ എഫക്റ്റീവ് ആയിട്ട് നടക്കും. ദ ഗോൾസ് ഓഫ് കൗൺസിലിംഗ് ക്യാൻ ഓൾസോ ബി ഡിസ്ക്രൈബ്ഡ് ആസ് ഓഫ് 3 types based on their nature and time range. അപ്പൊ വേറെ രീതിയിലും ഗോൾ പറയും. അപ്പൊ ആദ്യം നമ്മൾ എന്ത് പറഞ്ഞു? രണ്ട് രീതിയിൽ പറഞ്ഞു. അതായത് കൗൺസിലിംഗ് ഫോക്കസസ് ഓൺ 2 aspects: റാപ്പോർട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യുക, പിന്നെ തെറാപ്യൂട്ടിക് ക്ലൈമറ്റ് ക്രിയേറ്റ് ചെയ്യുക. ഇതായിരുന്നു ആദ്യത്തെ രണ്ട് ഗോള്. പിന്നെ നേച്ചറും ടൈം റേഞ്ചും നോക്കിയിട്ട് 3 രീതിയിൽ പറയാം. ഒന്ന് ഇമ്മീഡിയറ്റ് ഗോൾസ്, പിന്നെ ഒന്ന് അടുത്തത് ലോങ് ടേം ഗോൾസ്, പിന്നെ അടുത്തത് പ്രോസസ് ഗോൾസ്. ഇമ്മീഡിയറ്റ് ഗോൾസ് എന്ന് പറയുമ്പോൾ വിച്ച് എയിംസ് അറ്റ് അഡ്രസ്സിംഗ് ആൻഡ് റിസോൾവിംഗ് ദ ഇമ്മീഡിയറ്റ് കൺസേൺസ് ആൻഡ് സഫറിങ്സ് ഓഫ് ദ ക്ലയന്റ്. കണ്ടോ, പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ഇഷ്യൂ ഉണ്ട്, നമുക്കത് അതിന് വേണ്ട ഹെൽപ്പ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അത് ഇമ്മീഡിയറ്റ് ഗോളാണ്. തൽക്ഷണം ഉണ്ടാവുന്ന ലക്ഷ്യങ്ങൾ എന്ന് പറയില്ലേ, അതാണ് ഇമ്മീഡിയറ്റ് ഗോള്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പോ എക്സാം ഫെയർ ആയിട്ട് ഒരു കുട്ടി വരിക എന്ന് വിചാരിക്കാം. നെക്സ്റ്റ് വീക്ക് എക്സാം സ്റ്റാർട്ട് ചെയ്യാണ്. നമുക്ക് ഇമ്മീഡിയറ്റ് ഗോളാണ് അവിടെ. ആ ഒരു ഫിയർ മാറ്റിയെടുക്കുക, ഉടൻ നമ്മൾ റിലീഫ് കൊടുക്കാനുള്ള കാര്യങ്ങൾ ചെയ്യും. ഇമ്മീഡിയറ്റ് ഗോളാണ്. ഇനി അടുത്തത് ലോങ് ടേം ഗോൾ ഉണ്ട്. refers to the goals going beyond the immediate problems and anxieties of client. അതായത് ലോങ് ടേം ഗോൾസ് എന്ന് പറയുമ്പോൾ എന്താ, നമുക്ക് അവിടെ വേറെ കുറെ കാര്യങ്ങൾ പറയാം. പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്, ഡിസിഷൻ മേക്കിംഗ്, സെൽഫ് അണ്ടർസ്റ്റാൻഡിങ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. അതായത് ഫ്യൂച്ചറിൽ കോൺഫിഡന്റ് ആക്കാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ ഈ ഒരു കുട്ടീനെ ഹെൽപ്പ് ചെയ്യാം. ലോങ് ടേം ഗോൾ ആണ്. ആൻഡ് അനദർ ഇമ്പോർട്ടന്റ് ഗോൾ ഇസ് ദ പ്രോസസ് ഗോൾ. അടുത്ത ഇമ്പോർട്ടന്റ് ഗോൾ എന്ന് പറയുന്നത് പ്രോസസ് ഗോൾ ആണ്. വിച്ച് റെഫേഴ്സ് ടു അച്ചീവിംഗ് എ കൺഡ്യൂസീവ് കൗൺസിലിംഗ് എൻവയറമെന്റ് ഓർ തെറാപ്യൂട്ടിക് ക്ലൈമറ്റ് ദാറ്റ് വിൽ ഫെസിലിറ്റേറ്റ് ഒബ്റ്റെയിനിങ് ദ ഇമ്മീഡിയറ്റ് ആൻഡ് ലോങ് ടേം ഗോൾസ്. പ്രോസസ് ഗോൾസ് എന്ന് പറയുമ്പോൾ ഇവിടെ കൗൺസിലിംഗ് നടക്കുന്നതിനിടയിൽ നല്ലൊരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കിയെടുക്കാം. അതായത് ക്ലയന്റിന്റെ ഉള്ളിൽ ആ ഒരു ട്രസ്റ്റ് ഉണ്ടാക്കിയെടുക്കണം. പിന്നെ അതുപോലെ തന്നെ ക്ലയന്റിന് ഒരു കംഫർട്ട് ഫീൽ ചെയ്യണം.
ക്ലയന്റും തെറാപ്പിസ്റ്റും തമ്മിലൊരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവണം. ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും, ഒരു കൺഡ്യൂസീവ് കൗൺസിലിംഗ് എൻവയറമെന്റ് ആയിരിക്കും, അല്ലെങ്കിൽ നല്ലൊരു തെറാപ്യൂട്ടിക് ക്ലൈമറ്റ് ആണെന്ന് പറയും. കാരണം ക്ലയന്റിന് ഒരു വിശ്വാസമുണ്ട്, ഇനി ഞാൻ ഓക്കെ ആവും, പിന്നെ ഭയങ്കര കംഫർട്ട് ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കും. അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടിയിട്ടൊക്കെ ഒരു തെറാപ്പിക്ക് ഇരിക്കുക എന്ന് പറയുമ്പോൾ അതും ബുദ്ധിമുട്ടാണ്. ആൻഡ് ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ, ഇത് മൂന്നും ഉണ്ടെങ്കിൽ എന്തായിരിക്കും, നല്ലൊരു അറ്റ്മോസ്ഫിയർ നമുക്ക് അവിടെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഇതിലൂടെ ഇമ്മീഡിയറ്റ് ആൻഡ് ലോങ് ടേം ഗോൾസ് നമുക്ക് അച്ചീവ് ചെയ്യാൻ ഈ ഒരു ക്ലയന്റിനെ സഹായിക്കാൻ പറ്റും. ശരിക്കും എന്താ, ഫ്രീലി സംസാരിക്കാൻ കഴിയുന്ന ഒരു സേഫ് സ്പേസ് അവിടെ ക്രിയേറ്റ് ചെയ്യാം. അതാണ് പ്രോസസ് ഗോളിൽ വേണ്ടത്. അപ്പൊ ടൈമും നേച്ചറും നോക്കിയിട്ടാണെങ്കിൽ 3 ഗോളാണ്. ഇമ്മീഡിയറ്റ് ഗോൾ, പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഗോൾ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് ഗോളാണ്. ഫോർ എക്സാമ്പിൾ നമ്മൾ എക്സാംസ് ഇയർ പറഞ്ഞു, റിലീഫ് കൊടുക്കുക. ലോങ് ടേം ഗോൾ എന്ന് പറയുമ്പോൾ എന്താ, ഫ്യൂച്ചറിൽ കോൺഫിഡന്റ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് ഈ ഒരു ക്ലയന്റിനുണ്ട്, അതിന് നമുക്ക് ഹെൽപ്പ് ചെയ്യാം. ലോങ് ടേം ഗോൾ ആണ്. അടുത്തത് പ്രോസസ് ഗോൾ ആണ്, നല്ലൊരു എൻവയറമെന്റ് ക്രിയേറ്റ് ചെയ്യാം. അത് അവർ ഇമ്മീഡിയറ്റ് ആൻഡ് ലോങ് ടേം ഗോള് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റും അതിലൂടെ. ഓക്കെ ആണോ? 2 തരത്തിൽ നമ്മൾ ഗോൾസ് പറഞ്ഞു. ഓക്കെ അല്ലേ? ഇനി അടുത്തതാണ്, അതിൽ തന്നെ ബാക്കി പറയുന്നുണ്ട്, certain important goals and objectives of counseling are as follows. കുറച്ച് ഗോൾസ് ഒബ്ജക്റ്റീവ്സും പറയുന്നുണ്ട് ഒരു കൗൺസിലിംഗിന്റെ. facilitating behavior change so that it leads to reduction of stress, bringing harmony and fulfillment in relationship. ബിഹേവിയറിൽ മാറ്റം ഉണ്ടാക്കിയെടുക്കുക, നമുക്കതിലൂടെ സ്ട്രെസ് കുറയ്ക്കാം, ഹാർമോണി ബ്രിങ് ചെയ്യാം, റിലേഷൻഷിപ്പ് ഒരു ഫുൾഫിൽമെന്റ് നമുക്ക് എൻജോയ് ചെയ്ത് പോവാനായിട്ട് പറ്റും. ആൻഡ് കൗൺസിലിംഗ് എയിംസ് അറ്റ് സോൾവിംഗ് ദ പ്രോബ്ലംസ് സോൾവ് ചെയ്യുക വിത്ത് വിച്ച് ദ ക്ലയന്റ് കെയിം ടു കൗൺസിലിംഗ്. കൗൺസിലിംഗ് വരുമ്പോൾ എന്തുണ്ടായിരിക്കും, തീർച്ചയായിട്ടും എന്തെങ്കിലും ഒരു ഇഷ്യൂ ആൾക്ക് ഉണ്ടായിരിക്കും അല്ലെ, ഒരു സഹായത്തിനായിട്ടാണ് ആൾ വരുന്നത്. ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുക. ഇറ്റ് ദ സെയിം സെറ്റ് ചേഞ്ചിങ് മാലഡാപ്റ്റീവ് ബിഹേവിയർ ആൻഡ് ലേണിംഗ് എഫക്റ്റീവ് സ്ട്രാറ്റജീസ് ടു സോൾവ് ആൻഡ് പ്രിവെന്റ് പ്രോബ്ലംസ്. മാലഡാപ്റ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ബിഹേവിയർ മാറ്റാനായിരിക്കും ലക്ഷ്യം വെക്കുന്നത്, അപ്പൊ അത് മാറ്റി കൊടുക്കുക. ലേണിംഗ് ഇഫക്റ്റീവ് സ്ട്രാറ്റജീസ് ടു സോൾവ് ആൻഡ് പ്രിവെന്റ് പ്രോബ്ലംസ് വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വരാതിരിക്കാൻ അതെങ്ങനെ പ്രിവെന്റ് ചെയ്യാം, അല്ലെങ്കിൽ വന്നു കഴിഞ്ഞാൽ അതിനെങ്ങനെ സോൾവ് ചെയ്യാം, അതിന് വേണ്ട ഇഫക്റ്റീവ് സ്ട്രാറ്റജീസ് പറഞ്ഞു കൊടുക്കുക, ലേൺ ചെയ്യാം. ആൻഡ് എൻഹാൻസിങ് കോപ്പിംഗ് സ്കിൽസ് സോ ദാറ്റ് ദേ ക്യാൻ യൂസ് ഇഫക്റ്റീവ് സ്ട്രാറ്റജീസ്. കോപ്പിംഗ് സ്കിൽസ് എൻഹാൻസ് ചെയ്യാം, അപ്പൊ ഇഫക്റ്റീവ് ആയിട്ടുള്ള സ്ട്രാറ്റജീസ് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് പ്രൊമോട്ടിംഗ് ഡിസിഷൻ മേക്കിംഗ്, ഹെൽപ്പ് പീപ്പിൾ മേക്ക് ചോയ്സസ് ആൻഡ് സോൾവ് പ്രോബ്ലംസ്. ക്ലയന്റ് ലേൺസ് ടു മേക്ക് ഇഫക്റ്റീവ് ഡിസിഷൻ എടുക്കാനായിട്ട് അവരെ ഹെൽപ്പ് ചെയ്യാം. ഇന്റർപേഴ്സണൽ ആസ് വെൽ ആസ് ഇൻട്രാപേഴ്സണൽ എൻഹാൻസ്മെന്റ് മസ്റ്റ് ബി വർക്ക്ഡ് അപ്പ്. അതായത് റിലേഷൻഷിപ്പ് പ്രൊമോട്ട് ചെയ്യാണ്, നല്ല രീതിയിൽ റിലേഷൻഷിപ്പ് നമുക്ക് മുന്നോട്ട് പോകാം. അപ്പൊ ഇന്റർപേഴ്സണലും ഇൻട്രാപേഴ്സണലും രണ്ടും നോക്കും. ആൻഡ് കൗൺസിലിംഗ് ലീഡ്സ് ടു ഫെസിലിറ്റേറ്റ് എക്സ്പ്ലോറിംഗ് ദ ഇന്നർ പൊട്ടൻഷ്യൽസ് ഓഫ് ദ ക്ലയന്റ്. ക്ലയന്റിന്റെ ഇന്നർ പൊട്ടൻഷ്യൽസ് എക്സ്പ്ലോർ ചെയ്യുക, അത് ഫെസിലിറ്റേറ്റ് ചെയ്യാണ്. അതായത് ആൾക്ക് ഒരു സ്ട്രെങ്ത് ഉണ്ടായിരിക്കും. The process of counseling helps in recognizing client strength and steers these toward effective problem solving and decision making. ആളുടെ സ്ട്രെങ്ത് എന്താണോ അതിനെ പ്രൊമോട്ട് ചെയ്യാനായിട്ടാണ് നോക്കുന്നത്. ഇപ്പൊ ഒരു കുട്ടി വരികയാണ്, നമുക്ക് ആ കുട്ടിക്ക് ഡ്രോയിങ് ആണ് ഇഷ്ടം, പക്ഷെ പഠിക്കാൻ ആ കുട്ടിക്ക് കഴിവ് കുറവാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഡ്രോയിങ് എടുത്തു കളഞ്ഞിട്ട് പഠിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നടക്കില്ല. കാരണം കുട്ടിയുടെ സ്ട്രെങ്ത് കിടക്കുന്നത് എവിടെയാ, ഡ്രോയിങ്ങിലാണ്. വരയ്ക്കാൻ ആ കുട്ടിക്ക് കഴിവുണ്ട്. അപ്പൊ നമ്മൾ അത് ഐഡന്റിഫൈ ചെയ്ത് അതിനൊന്നും കൂടെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് നോക്കുക. ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആണ്. കേൾക്കുന്നുണ്ടോ? അപ്പൊ കേൾക്കുന്നുണ്ട് കേട്ടോ, കേൾക്കുന്നുണ്ട്.
ഓക്കെ അല്ല, കേൾക്കുന്നില്ല? ഇടയ്ക്ക് ഇങ്ങനെ ബ്രേക്ക് ആയി പോകുന്നുണ്ട്. കേൾക്കുന്നുണ്ട്. നെറ്റ്വർക്ക് കാണിക്കുന്നുണ്ട്. അച്ചീവ്മെന്റ് ഓഫ് പോസിറ്റീവ് മെന്റൽ ഹെൽത്ത്, ഇമ്പോർട്ടൻറ്റ് കൗൺസിലിംഗ് ഈസ് പോസിറ്റീവ് ഫീലിംഗ്സ്, മെന്റൽ ഹെൽത്ത് ആൻഡ് വെൽബീങ്. നമുക്ക് ക്ലയന്റിന് ഒരു പോസിറ്റീവ് മെന്റൽ ഹെൽത്ത് ക്രിയേറ്റ് ചെയ്യാം. അപ്പൊ ആളുടെ ഗോൾ എന്താ? നല്ല രീതിക്ക് പോകണം, പോസിറ്റീവ് ഫീലിംഗ്സ് വേണം, മെന്റൽ ഹെൽത്ത് ആൻഡ് വെൽബീങ് നമുക്ക് ആയിട്ട് പറ്റണം. കൗൺസിലിംഗിന്റെ ഇമ്പോർട്ടൻറ്റ് ഗോൾ എന്ന് പറയുന്നത് പ്രൊമോഷൻ ഓഫ് പോസിറ്റീവ് ഫീലിംഗ്സ്. ഇപ്പൊ എത്ര പോയിന്റ്സ് ഉണ്ട്? 7 പോയിന്റ്സ് ആണ് ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ ഗോൾസ് ആയിട്ട് പറയുന്നത്. കുറയ്ക്കാനൊക്കെ പറ്റും. കൗൺസിലിംഗ് എന്താണ്? പ്രോബ്ലംസ് സോൾവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. കോപ്പിംഗ് സ്കിൽസ് എൻഹാൻസ് ചെയ്യുക, ഡിസിഷൻ പ്രൊമോട്ട് ചെയ്യുക, പേഴ്സണൽ റിലേഷൻഷിപ്പ് അതായത് കേൾക്കുന്നുണ്ടോ? ബാക്കി നമുക്ക് എടുക്കാം. കേൾക്കുന്നുണ്ടോന്ന് പറയുന്ന മാത്രമേ കേൾക്കുന്നുള്ളൂ, ബാക്കിയെല്ലാം വോയിസ് ബ്രേക്ക് മാത്രമേ കേൾക്കുന്നുള്ളൂ അല്ലെ? ഒന്ന് വെയിറ്റ് ചെയ്യട്ടോ. ഒബ്ജക്റ്റീവ്സും ഗോൾസും നാളെ ഓക്കെ. വെയിറ്റ് ചെയ്യട്ടോ, ശരിയാവോ?